ബി.ജെ.പി. സംസ്ഥാന ഭാരവാഹികളെ പ്രഖ്യാപിച്ചു. 10 വൈസ് പ്രസിഡന്റുമാരും 4 ജനറൽ സെക്രട്ടറിയും 10 സെക്രട്ടറിമാരുടെ പട്ടികയാണ് പുറത്തു വന്നിരിക്കുന്നത്. എം.ടി. രമേശ്, ശോഭാ സുരേന്ദ്രൻ, അഡ്വക്കേറ്റ് എസ്. സുരേഷ്, അനൂപ് ആന്റണി ജോസഫ് എന്നിവരാണ് ജനറൽ സെക്രട്ടറിമാർ. വിവരങ്ങൾ മാനസ മനോജ് നൽകും. മാനസ, പുതിയ നേതൃത്വത്തെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബി.ജെ.പി. നമുക്കറിയാം, ഈ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് രാജീവ് ചന്ദ്രശേഖരനെയൊക്കെ നിയമിച്ച ആ ഒരു സമയത്ത് എം.ടി. രമേശിനടക്കം ശോഭാ സുരേന്ദ്രനടക്കം വളരെ വലിയ രീതിയിൽ അതൃപ്തി ഉണ്ടായിരുന്നു. നിലവിൽ എങ്ങനെയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്? വർഷ, ബി.ജെ.പിയുടെ സംസ്ഥാന ഭാരവാഹി പട്ടികയാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. നിലവിൽ 10 വൈസ് പ്രസിഡന്റുമാരും അതോടൊപ്പം തന്നെ 4 ജനറൽ സെക്രട്ടറിമാരും 10 സെക്രട്ടറിമാരും 1 ട്രഷറി അതോടൊപ്പം തന്നെ ഓഫീസ് സെക്രട്ടറി അടങ്ങുന്നതാണ് സംസ്ഥാന ഭാരവാഹി പട്ടിക എന്ന് പറയുന്നത്. ഭാരവാഹി പട്ടിക പ്രഖ്യാപിച്ചപ്പോൾ ഈ വി മുരളീധര പക്ഷം അതോടൊപ്പം തന്നെ കെ സുരേന്ദ്രൻ പക്ഷം ഈ 2 പക്ഷവും തഴയപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പട്ടിക പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ നേതൃയോഗത്തിൽ ഉൾപ്പെടെ ഇവരുടെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ കൂടിയാണ് ഇരുപക്ഷവും പ്രതീക്ഷിച്ച പോലെ അല്ലെങ്കിൽ അവരെ തഴയപ്പെടുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ അവരെ വെട്ടിയൊതുക്കുന്ന രീതിയിലുള്ള ഒരു ഭാരവാഹി പട്ടികയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 4 ജനറൽ സെക്രട്ടറിമാരിൽ 1 എം.ടി. രമേശ്, അതോടൊപ്പം തന്നെ ശോഭാ സുരേന്ദ്രൻ, എസ്. സുരേഷ്, അനൂപ് ആന്റണി ജോസഫ് തുടങ്ങിയവരാണ് ഈ 4 ജനറൽ സെക്രട്ടറിമാർ എന്നുള്ളത്. ഒപ്പം തന്നെ വൈസ് പ്രസിഡന്റുമാരായി മുൻ IPS അനീഷ് കുമാർ, KS രാധാകൃഷ്ണൻ, സദാനന്ദൻ, P. സുധീർ, C. കൃഷ്ണകുമാർ, B. ഗോപാലകൃഷ്ണൻ തുടങ്ങിയുള്ള ആളുകളെയാണ് പരിഗണിച്ചിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്, അതായത് നേതൃയോഗത്തിൽ ഉൾപ്പെടെ അവരുടെ അസാന്നിധ്യം വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ ഭാരവാഹി പട്ടിക കൂടി പുറത്തു വരുമ്പോൾ ബി.ജെ.പി. നേതൃത്വത്തിനകത്ത് പുകയുന്ന ചില കാര്യങ്ങളിൽ കൂടിയാണ് വ്യക്തത വരുന്നത്. അതായത് വി മുരളീധര പക്ഷത്തെയും അതോടൊപ്പം തന്നെ കെ സുരേന്ദ്ര പക്ഷത്തെയും തഴയപ്പെടുന്ന രീതിയിലുള്ള ഒരു ഭാരവാഹി പട്ടികയാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. ശരി മാനസ, അതാണ് ഈ വി മുരളീധര പക്ഷം അതുപോലെ തന്നെ കെ സുരേന്ദ്ര പക്ഷം, അങ്ങനെ 2 പക്ഷം. അപ്പോൾ ഈ പ്രധാനപ്പെട്ട നേതാക്കളെ അടക്കം വെട്ടി നിരത്തിയുള്ള ഒരു പ്രഖ്യാപനം അല്ലേ? അതുതന്നെയാണ് വർഷ. നേരത്തെ ഇവരുടെ നേതൃയോഗം ഉൾപ്പെടെ കോർ കമ്മിറ്റി ഉൾപ്പെടെ ചേർന്നിരുന്നു. ആ ഒരു ഘട്ടത്തിലും വി മുരളീധരനും അതോടൊപ്പം തന്നെ കെ സുരേന്ദ്രനെയും 2 പക്ഷത്തെയും തന്നെ അസാന്നിധ്യം രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ അത് വലിയ രീതിയിൽ ചർച്ചയും വിവാദവുമായ ഒരു ഘട്ടം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സംസ്ഥാന ഭാരവാഹി പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇത് പ്രധാനമായും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത്, പുതിയ സംസ്ഥാന പ്രസിഡന്റായി രാജീവ് ചന്ദ്രശേഖരൻ വരുന്നതോടുകൂടി ബി.ജെ.പിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. അതായത് ഈ വെട്ടി മാറ്റുന്ന ഒരു നില, 2 പക്ഷത്തെയും അപ്പാടെ തന്നെ വെട്ടി ഒതുക്കുന്ന അല്ലെങ്കിൽ തഴയപ്പെടുന്ന ഒരു രീതി തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അത് തന്നെയാണ് ബി.ജെ.പിയുടെ ഭാരവാഹി പട്ടിക, സംസ്ഥാന ഭാരവാഹി പട്ടികയിൽ നിന്നും വ്യക്തമാകുന്നതും. സൂചിപ്പിച്ചതുപോലെ തന്നെ കോർ കമ്മിറ്റിയിൽ ഉണ്ടായ അതേ രീതിയിലുള്ള ചർച്ച ഒരുപക്ഷെ ഇനിയിപ്പോൾ വരും ദിവസങ്ങളിലും ഈ 2 പക്ഷത്തെയും തഴയപ്പെട്ട സാഹചര്യത്തിൽ വരും ദിവസങ്ങളിലും ഇത് കൂടുതൽ ചർച്ചയാകാൻ തന്നെയാണ് സാധ്യത. അതോടൊപ്പം തന്നെ ബി.ജെ.പിക്കകത്ത് തന്നെയുള്ള ഒരു പോര് തന്നെയാണ് അല്ലെങ്കിൽ ഒരു ഭിന്ന അഭിപ്രായങ്ങൾ തന്നെയാണ് ഈ പട്ടികയിലൂടെ വ്യക്തമാകുന്നത്.